സീതപ്പഴം മൂത്ത് കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ഇടയിലത്തെ ഗ്യാപ്പ് ഇതാ, അത് നല്ലോണം കൊണ്ട് വലുതാവും, ഗ്യാപ്പ് കൂടും. ഇതിൻ്റെ ഗ്യാപ്പ് അധികം ആയിട്ടില്ലല്ലോ. ഇതിൻ്റെ ഗ്യാപ്പ് ഇത് മൂത്ത് തുടങ്ങിയിരിക്കണേ, ഇത് പൊട്ടിക്കാറായിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ കിളികൾ കൊത്തിപ്പോവും. ഉണ്ടാ ആ ഗ്യാപ്പ് നല്ലോണം വികസിച്ചിട്ട് അങ്ങനെ കാണും. പൊട്ടിച്ച് വെച്ചാൽ മതി. കറക്റ്റ് കാണാമല്ലേ ഗ്യാപ്പ്, ഒരു വെള്ള വര പോലെ കാണും. ആ സമയത്ത് പൊട്ടിച്ചാൽ നമുക്ക് ജസ്റ്റ് പുറത്തുതന്നെ വെച്ചാൽ മതി, അരിയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് പഴുക്കും. അല്ലാത്തത് കാണിച്ചു തരാം, മൂക്കാത്തത് കാണിച്ചു തരാം. ഇത് മൂക്കാത്തത് കണ്ടാ, അതിൻ്റെ ഗ്യാപ്പ് അധികം വന്നിട്ടില്ല, ഓരോ കട്ടയുടെ ഇടയിൽ. ഇത് മൂത്തത് കുറച്ചും കൂടി മൂക്കാൻ, ഇതൊക്കെ കുറച്ചും കൂടി മൂക്കാനുണ്ട്.